പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാത വന്ദനം. സുഖാണോ? വിശുദ്ധ മത്തായിയുടെ ആൾക്കാരാണോ, മർക്കോസിന്റെ ആളാണോ, ലൂക്കായുടെ ആളാണോ? ഞാനിത് ചോദിക്കാൻ കാരണം ഈ മൂന്ന് സുവിശേഷത്തിലും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ സുവിശേഷം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഇത് കാണാം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഇത് കാണാം. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിലും ഇത് കാണാം. വിധക്കാരന്റെ ഉപമയെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മത്തായി ശ്ലീഹ പറഞ്ഞിരിക്കുകയാണ്, അത് വീണ വിധം നമുക്കറിയാം. വിത്തെല്ലാം ഒന്ന് തന്നെയാണ്. അത് 100 മേനി, പിന്നെ 60 മേനി, പിന്നെ അത് 30 മേനിയായി ചുരുങ്ങുന്ന ഒരവസ്ഥയാണ് മത്തായി ശ്ലീഹായുടെ ആൾക്കാർ. നമ്മളങ്ങനെയാണോ? ആദ്യമൊക്കെ നല്ലതായിരുന്നു, പിന്നെ കുറച്ച് കുറഞ്ഞ് ഇപ്പോൾ ഒരു 30 മേനിയെ വന്ന് നിൽക്കുന്നവരാണോ? ഇനി മർക്കോസ് ശ്ലീഹ 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, 30 മേനിയും 60 മേനിയും 100 മേനിയുമായി മാറി. അതിങ്ങനെ ഒരു അപ്ഗ്രേഡ് അല്ലേ, അതൊരു ആരോഹണ ക്രമമാണ്. ഇനി ലൂക്കാസ് വിശേഷനാകട്ടെ, അദ്ദേഹത്തിന് 30 ഇല്ല, 60 ഇല്ല, 100 മേനിയേ ഉള്ളൂ. ഇതിൽ ഏത് കൂട്ടരാണ് നമ്മൾ? ഒന്ന് ചിന്തിച്ച് നോക്കി. വിശുദ്ധ മത്തായിയുടെ ആളാണോ, വിശുദ്ധ മർക്കോസിന്റെ ആളാണോ, വിശുദ്ധ ലൂക്കായുടെ ആളാണോ? നമുക്കൊന്ന് ചിന്തിക്കാൻ സഹോദരങ്ങളെ. 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ പറ്റിയ വിത്താണിത്. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.